ഇപ്പോൾ ഒരു വിയോഗത്തിൻ്റെ വാർത്ത വന്നു. ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും മുൻ കേന്ദ്രമന്ത്രിയുമായ ഷിബു സോറൻ അന്തരിച്ചു. അദ്ദേഹത്തിന് 81 വയസ്സ് പ്രായമായിരുന്നു. ദീർഘകാലമായി രോഗബാധിതനായിരുന്നു, ചികിത്സയിലായിരുന്നു. JMM സ്ഥാപക നേതാവായ ഷിബു സോറൻ ജാർഖണ്ഡ് സംസ്ഥാന രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിച്ച നേതാവാണ്. കൂടുതൽ വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി തത്സമയം ചേരുകയാണ്. ബൽറാം, ഗുഡ് മോർണിംഗ്. കൂടുതൽ വിശദാംശങ്ങൾ. ഷിബു സോറൻ്റെ വിയോഗം എപ്പോഴാണ് ഉണ്ടായത്? വെരി ഗുഡ് മോർണിംഗ് SKN. അല്പസമയം മുമ്പാണ് ജാർഖണ്ഡിൻ്റെ മുൻ മുഖ്യമന്ത്രി ഷിബു സോറൻ്റെ വിയോഗം സംഭവിച്ചിരിക്കുന്നത്. ജാർഖണ്ഡിനെ സംബന്ധിച്ചിടത്തോളവും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും തലയെടുപ്പുള്ള ഒരു ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ് ഷിബു സോറൻ. 3 തവണ അദ്ദേഹം ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിട്ടുണ്ട്. ഒരു തവണ പോലും കാലാവധി പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും 3 തവണ കേന്ദ്രമന്ത്രിയും അദ്ദേഹം ആയിട്ടുണ്ട്. 6 തവണ ദുംക ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള ലോക്സഭാംഗമായി അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ജാർഖണ്ഡ് സംസ്ഥാന രൂപീകരണത്തിൽ നിർണായകമായ പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. തൻ്റെ 18-ാം വയസ്സിലാണ് ആദിവാസി ഭൂമി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് എത്തുന്നതും തുടർന്ന് ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന പാർട്ടി രൂപീകരിക്കുന്നതും തുടർന്ന് ഈ ഒരു പാർട്ടിയാണ് ബീഹാറിൽ നിന്നും ജാർഖണ്ഡ് രൂപീകരണത്തിനുള്ള നിർണായക പങ്ക് വഹിക്കുന്നത്. തുടർന്നാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായത്. ഒട്ടേറെ ആരോപണങ്ങൾ നേരിട്ട ഒരു നേതാവാണ് ഷിബു സോറൻ. കേന്ദ്രമന്ത്രിയായിരിക്കെ ആദ്യമായി ഒരു കുറ്റപത്രത്തിൽ അല്ലെങ്കിൽ ഒരു കൊലപാതക കേസിൽ പ്രതിയാക്കപ്പെട്ട കുറ്റക്കാരനെന്ന് വിധിക്കപ്പെട്ട നേതാവ് കൂടിയാണ് ഷിബു സോറൻ. പിന്നീട് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിരുന്നു. ഒട്ടേറെ കേസുകളിൽ ആരോപണ വിധേയനായിട്ടുണ്ട്. കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ അടക്കമുള്ള ഒട്ടേറെ കേസുകളിൽ അദ്ദേഹം ആരോപണ വിധേയനായിരുന്നു. എങ്കിലും ജാർഖണ്ഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ജനപ്രീതിയുള്ള നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം ദീർഘകാലമായി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നില്ല. അസുഖബാധിതനായി ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.